സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ട്രംപ് CNN-നെതിരെ ഒരു ട്വീറ്റ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. CNN അനാവശ്യമായിട്ട് അവരുടെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ചുള്ള 10 പോയിന്റുകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന് ട്രംപ് ക്ഷുഭിതനായിട്ട് CNN-നെതിരെ കേസെടുക്കുമെന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. CNN ഇത് ആവശ്യമുള്ള കാര്യമാണ്. CNN എപ്പോഴും കുറച്ച് ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ എന്തായാലും ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും വളച്ചൊടിച്ച് മാത്രമേ CNN കൊടുക്കാറുള്ളൂ. എപ്പോഴും അവരതിനകത്ത് ഒരു കൃത്യത പുലർത്താറുണ്ട്. അപ്പോൾ അത് ഇത്തവണ ട്രംപ് അതിനെ ചോദ്യം ചെയ്ത് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ എഴുതി അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ഇറാൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്ത 10 പോയിന്റുകൾ എന്താണെന്നുള്ളത് ആദ്യമേ നമുക്ക് അതൊന്ന് നോക്കാം. ഡിസ്മാൻഡിൽ ഓൾ മേജർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ്, ഇതാണ് നമ്പർ 1 ഡിമാൻഡ്. ഇതായിരുന്നല്ലോ ആവശ്യം. അപ്പോൾ ആ പോയിന്റ് ട്രംപ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, എൻഡ് ഓഫ് ഓൾ യുറേനിയം എൻറിച്ച്മെന്റ് ഇൻ ഇറാനിയൻ സോയിൽ, ഇറാന്റെ ഉള്ളിൽ വെച്ചുള്ള എൻറിച്ച്മെന്റ് അവസാനിപ്പിക്കണം. ട്രാൻസ്ഫേർഡ് എൻറിച്ച്ഡ് യുറേനിയം സ്റ്റോക്ക് പൈൽസ് ഔട്ട് ഓഫ് ഇറാൻ, നിലവിലെ എൻറിച്ച്മെന്റ് ചെയ്ത് കൈവശം വെച്ചിട്ടുള്ള യുറേനിയം ട്രാൻസ്ഫർ ചെയ്യണം, ഇറാന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അക്സെപ്റ്റ് ഇൻട്രസീവ് ഇന്റർനാഷണൽ ഇൻസ്പെക്ഷൻ ഓൺ സൈറ്റ്, അതും എവ്രിവെയർ. ഇറാന്റെ ഉള്ളിൽ എവിടെയൊക്കെ എൻറിച്ച്മെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ഇന്റർനാഷണൽ ഏജൻസിയെ വളരെ ഫ്രീ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ അനുവദിക്കുക. ഇതാണ് 4ാമത്തെ പോയിന്റ്. 5, പെർമനന്റ് ആയിട്ട് ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കണം എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക, പെർമനന്റ് ആയിട്ട്. 6, സസ്പെൻഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ്. 7, സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഓഫ് ലോങ് റേഞ്ച് മിസൈൽസ്. 8, എൻഡ് ഓഫ് ഡ്രോൺ ട്രാൻസ്ഫർ ആൻഡ് മിലിറ്ററി എക്സ്പോർട്ട് ടു ദ പ്രോക്സീസ്, ഈ പ്രോക്സികൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തുക. 9, കട്ട് സപ്പോർട്ട് ടു ഹെസ്ബുള്ളയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്തലാക്കണം. 10, സ്റ്റോപ്പ് സപ്പോർട്ട് ഹമാസ്. 11, സ്റ്റോപ്പ് സപ്പോർട്ട് ഷിയാത്ത് മിലീഷ്യ ഗ്രൂപ്പ്സ് ഇൻ ഇറാഖ്. 12, എൻഡ് വെപ്പൺ ട്രാൻസ്ഫർ ടു ദ ഹൂതീസ്. 13, ഫുള്ളി റീഓപ്പൺ ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്, ഫുള്ളി റീഓപ്പൺ ആൻഡ് സെക്യൂർ ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. 14, സ്റ്റോപ്പ് ത്രെട്ടനിങ് റീജിയണൽ ഷിപ്പിംഗ് ആൻഡ് ഗൾഫ് സ്റ്റേറ്റ്സ്, ഡീഎസ്കലേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. ആ റീജിയണൽ ഫ്രെയിംവർക്കിൽ ലിമിറ്റ് മിലിറ്ററി എസ്കലേഷൻ ടുവേർഡ്സ് ഇസ്രായേൽ എന്നും കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച 15 പോയിന്റ്. പ്രത്യേകിച്ച് ഇറാനെ ഈ സീസ് ഫയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രപ്പോസൽ ഇതായിരുന്നു. ഇനി ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പോയിന്റുകൾ എന്താണ്? ആദ്യമേ ഒരു ഗ്യാരണ്ടി വേണം. എന്ത് ഗ്യാരണ്ടിയാണ്? ഇസ്രായേലും അമേരിക്കയും അലൈഡ് കൺട്രീസ് ഞങ്ങളുടെ മേലിൽ ആക്രമണം നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ്, അതാണ് ആദ്യം വേണ്ടത്. 2, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കലാണ് വേണ്ടത്, അല്ലാതെ ടെമ്പററി സീസ് ഫയർ അല്ല വേണ്ടത് എന്നുള്ള കണ്ടീഷൻ. 3, എൻഡ് ടു ഇസ്രായേൽ സ്ട്രൈക്ക് ഓൺ ഹെസ്ബുള്ള ഇൻ ലെബനാൻ, ലെബനാനിലുള്ള ഹെസ്ബുള്ള പ്രോക്സികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തണം. ഇതാണ് 3ാമത്തെ കണ്ടീഷൻ. അപ്പോൾ അതായത് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഹെസ്ബുള്ളയെ ഇത്രമാത്രം ശക്തമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം മനസ്സിലായോ? അതിന്റെ പൊരുൾ വേറെ ഒന്നുമല്ല, ഈ ഹെസ്ബുള്ളയെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് IRGC ആണ്. ഹെസ്ബുള്ളയ്ക്ക് മേളിൽ വീഴുന്ന ഓരോ അടിയും IRGCക്കാണ് കൊള്ളുന്നത്. അതുകൊണ്ടാണ് അവർ 3ാമത്തെ പോയിന്റിൽ തന്നെ ഹെസ്ബുള്ളയെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാന്റെ മേളിൽ ചുമത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും എടുത്തു മാറ്റണം. 5, പ്രൊട്ടക്ഷൻ ഓഫ് ഇറാന്റെ റീജിയണൽ പ്രോക്സികളുടെ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ മലേഷ്യ ഗ്രൂപ്പുകളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണമെന്നും കൂടി ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ നല്ല ആവശ്യം. അതായത് ഈ ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തികൾ ഇവർക്കെല്ലാം പ്രൊട്ടക്ഷൻ വേണം. ഇറാഖിൽ പ്രവർത്തിക്കുന്ന 64ഓളം മലേഷ്യ ഗ്രൂപ്പുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. 6ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീഓപ്പണിംഗ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് അണ്ടർ ഇറാനിയൻ കണ്ടീഷൻ. ഇറാനിയൻ കണ്ടീഷൻ എന്ന് ഇവിടെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ചുങ്കം പിരിക്കാനുള്ള ഒരു മാർഗം, അതൊരു ഇറാന്റെ ഒരു വരുമാന മാർഗമായിട്ട് ഇറാൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ചുങ്കം പിരിച്ചുകൊണ്ട്, അതായത് ഈ സീസ് ഫയർ ഡീല് നിലവിൽ വന്ന് ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെടിനിർത്തലായി മാറുന്നു എങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ പിരിക്കുന്ന ചുങ്കം ഇറാന്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പെർമിഷൻ ഗ്രാന്റ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 4ാമത്, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ പിരിച്ചെടുക്കുന്ന പൈസയിൽ മിനിമം $2 മില്യൺ ഒമാന് കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 8ാമത്തെ പോയിന്റ്, അമേരിക്ക നടത്തിയ യുദ്ധത്തിൽ ഉണ്ടായ ഡാമേജിന്, ഇറാനുണ്ടായ നഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. 9, ഇറാന്റെ റീജിയണൽ സെക്യൂരിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യണം.
സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൊക്കെ ഇറാന്റെ ആധിപത്യത്തിനെ അംഗീകരിച്ചു കൊടുക്കണം. 10ാമത് ഇമീഡിയറ്റ് സറണ്ടറിന് പകരം ഒരു ലോങ് ടേം നെഗോസിയേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിക് കേപ്പബിലിറ്റി ഇറാന് നൽകിക്കൊണ്ട് എപ്പോഴും ഒരു നെഗോസിയേഷൻ മോഡിലായിരിക്കണം ഇറാനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലാതെ അഗ്രസീവായിട്ട് വന്ന് അറ്റാക്ക് നടത്തരുത്. ഇതാണ് 10 പോയിന്റുകൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് സൈഡിലുമുള്ള പോയിന്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ബുദ്ധപെസ്റ്റിൽ JD വാൻസ് സംസാരിക്കുകയുണ്ടായി. പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. പറഞ്ഞിരിക്കുന്നത് ഫ്രജൈൽ സീസ് ഫയർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അഥവാ ഫ്രജൈൽ ട്രൂസ്. അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് ഈ ഫ്രജൈൽ ട്രൂസ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ട്രൂപ്പിനെ ഇമീഡിയറ്റ് ആയിട്ട് ഈ പരിസരത്ത് നിന്ന് മാറ്റാൻ പോകുന്നില്ല. ഇറാന്റെ മേളിൽ ഒരു സമ്മർദ്ദം ഇട്ടുകൊണ്ട്, അതായത് മാക്സിമം ഇറാനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഇപ്പൊ അവർ വീക്കായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഇറാൻ ഡെത്ത് ടു അമേരിക്ക വിളിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പൊ ഈ സീസ് ഫയർ ഡീലിന് സമ്മതം പറഞ്ഞിരിക്കുന്നത് തന്നെ ഇറാന്റെ വീഴ്ചയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന ഇറാനിയൻ IRGC റെജീം ഇതാ ഇപ്പൊ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ഗാലിബാഫിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ചിട്ട് JD വാൻസുമായിട്ട് മുഹമ്മദ് ഗാലിബാഫ് ചർച്ച നടത്തും, ഡയറക്റ്റ് ടോക്ക് നടത്തും. IRGCയുടെ ഫണ്ടമെന്റൽ സിദ്ധാന്തങ്ങൾക്കെതിരാണ് അമേരിക്കയുമായിട്ട് നേരിട്ടൊരു ഡെസ്കിൽ ഇരുന്ന് ചർച്ച നടത്തുക എന്നുള്ളത്. അതിലേക്ക് വരെ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അത്രമാത്രം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ആടി ഉലഞ്ഞിരിക്കുകയാണ് ഇറാൻ, അടിപതറിയിരിക്കുകയാണ് ഇറാൻ. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ നെറേറ്റീവ്സ്, അതിനെക്കുറിച്ചും JD വാൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ നെറേറ്റീവ്സ് ഓൾവേസ് എഗെയിൻസ്റ്റ് അമേരിക്ക. അതേപോലെ അമേരിക്കയും ഇസ്രായേലും എത്ര ശക്തമായിട്ടാണ് ഇറാന്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിയത്, ഇറാനുണ്ടായ നഷ്ടം എന്താണ്, അതിനെക്കുറിച്ചൊന്നും എവിടെയും ഒരു സ്റ്റേറ്റ്മെന്റുകൾ പോലും പറയുന്നില്ല. പക്ഷേ മറിച്ച് ഇത്രത്തോളം അടിവാങ്ങിയ ഏതാണ്ട് 10,000-ലധികം IRGC ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെട്ട്, അതായത് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് IRGC ഉദ്യോഗസ്ഥരെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 10,000-ലധികം IRGC ഉദ്യോഗസ്ഥരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 85ഓളം ടോപ്പ് ലെവൽ റാങ്കിൽ പ്രവർത്തിച്ചിരുന്ന ലീഡേഴ്സ്, അവരുടെ സുപ്രീം ലീഡറെ തന്നെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തിന്റെ 4th ലെവൽ ഓഫ് റെജീമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ആ റെജീമുമായിട്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത് എന്ന് പറയുമ്പോഴും അവിടെ വെനിസ്വല മാതൃകയിൽ, അതായത് വെനിസ്വലയിലും റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ല. അവിടുത്തെ ലീഡറിനെ മാത്രം, അഡമന്റ് ആയിട്ടുള്ള ലീഡറിനെ മാത്രം രാഖി രാമാനം അവിടെ നിന്ന് പൊക്കി മാറ്റിയിട്ട് നിലവിലുള്ള പാർട്ടി തന്നെയാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. തികച്ചും ഡെൽസി റോഡ്രിഗസ് എങ്ങനെയാണോ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊണ്ട് ആ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതേ മാതൃകയിൽ ഒരു പപ്പറ്റായിട്ടുള്ള ഒരു IRGC റെജീമിനെ അവിടെ സ്ഥാപിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പോയിന്റിലും അതേപോലെ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന പോയിന്റിലും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു ബേസാണ്, ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു ബേസാണ്. ഇപ്പൊ ഈ മാതൃകയിലുള്ള ഒരു ഔട്ട്ലൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം ഇപ്പം രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ലെഫ്റ്റിസ്റ്റ് മാധ്യമങ്ങൾ വളരെ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ ഇടപെടലിനെ. പാകിസ്ഥാൻ ഇതിനകത്ത് പങ്കുണ്ടെന്ന് വെച്ചാൽ യെസ്, ഒബ്വിയസ്ലി പാകിസ്ഥാനിലാണ് മീഡിയേഷൻ നടക്കുന്നത്, സോ അവർക്ക് പങ്കുണ്ട്, അത് നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ പറയത്തക്ക രീതിയിൽ പാകിസ്ഥാൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഇപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പം ഇങ്ങനെ മീഡിയേഷൻ ചെയ്യുന്ന രാജ്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഖത്തർ ഒരുപാട് മീഡിയേഷൻ ചെയ്ത രാജ്യമാണ്. അപ്പം അതുകൊണ്ട് മീഡിയേഷൻ എന്നൊക്കെ പറയുന്നത് ആ ഇഷ്യൂ തീരുന്ന പരിപാടികളാണ്. പിന്നെ എക്കാലത്തേക്കും ഇസ്ലാമാബാദ് അക്കോർഡ് അല്ലെങ്കിൽ ഇസ്ലാമാബാദ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇസ്ലാമാബാദ് പീസ് ട്രീറ്റി അല്ലെങ്കിൽ ഇസ്ലാമാബാദ് സീസ് ഫയർ ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടേക്കാം. അത് മാത്രമാണ് ഇതിനകത്ത് പാകിസ്ഥാന് കിട്ടാവുന്ന ബെനിഫിറ്റ്. ഈ സീസ് ഫയർ നടപ്പിലായി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള ജിയോ പൊളിറ്റിക്സ് മാറി മറിയുകയാണ്. അതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇറാനുമായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. പക്ഷേ അത് പണ്ടത്തെ പോലെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. തീർച്ചയായിട്ടും അത് ട്രാൻസാക്ഷണൽ ഓറിയന്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഒരു കോഷ്യസ് മൈൻഡ് സെറ്റിലായിരിക്കും എപ്പോഴും മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഇറാനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇറാനുണ്ടായിരിക്കുന്ന നഷ്ടം അത് ചില്ലറയല്ല. ഈ സീസ് ഫയർ നടപ്പിലായി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അമേരിക്ക നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇതെല്ലാം തന്നെ വർഷങ്ങളായിട്ട് ഇനി അങ്ങോട്ട് ചർച്ച നടക്കും. 2-2.5-3 വർഷത്തോളം ഇനി ചർച്ചകൾ നടക്കും. ഇറാന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ സഹിക്കില്ല ഉള്ള കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ള പാലങ്ങൾ, പുതിയ പാലങ്ങളൊക്കെയാണ് അടിച്ച് പൊട്ടിച്ച് കൈ കൊടുത്തിരിക്കുന്നത്. ഈ പാലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് അങ്ങ് പുതുക്കി പണിയാനൊന്നും പറ്റത്തില്ല. അത് മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇനി ഒന്നേന്ന് പണിയണം. കാരണം ഇത് ബ്രിഡ്ജാണ്. ഈ
ഈ ബ്രിഡ്ജുകളൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് പാച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല. ഇനി അതെല്ലാം ഒന്നേന്ന് പണിയണം, മൊത്തത്തിൽ പൊളിച്ചു കളഞ്ഞിട്ട് പണിയണം. ഈ മാതൃകയിൽ ഇറാന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തവിട് പൊടിയായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ സീസ് ഫയർ പ്രപ്പോസ് ചെയ്തതിനു ശേഷം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതാണ് അവസാനമായിട്ട് നടത്തിയിരിക്കുന്ന അറ്റാക്ക്. എന്നിട്ട് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് യുദ്ധം വേണ്ടെങ്കിൽ വേണ്ട, അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഇറാന്റെ സൈഡിൽ നിന്നുള്ള പ്രപ്പോസലൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് കരുതുന്നില്ല, ഞങ്ങൾക്ക് അതിനകത്തൊന്നും തന്നെ ചെയ്യാനുമില്ല. അമേരിക്ക നാളെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം ലെബനനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഇസ്രായേലിനുണ്ട്. ضربوا الهانس فوق الهانس انتبه ما يقع شيء فوقها هانس ضربوا الهانس يا شباب ضربة هون على دوار الزيتون العالم بالاراضي بعيد عني يا زلمه بعيد عني ما في 100 متر هيا ضربة عنا هيا طلع حصل يا الله يا الله هذه بحي السلم هلا بحي الجامعة تعونية نصر الدين تعونية نصر الدين كمان ضربوها ونزلوها كذا غارة على مدينة صور كذا غارة. ആ നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ ഇസ്രായേൽ തയ്യാറല്ല. ആദ്യമേ തന്നെ ട്രംപിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്തത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നാണ്. നെസറ്റ് മെമ്പറാണ് പോസ്റ്റ് ചെയ്തത്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഡൊണാൾഡ് ട്രംപിനെ യു ആർ റിയലി എ ഡക്ക് എന്നാണ് പോസ്റ്റ് ചെയ്തിരുന്നത് ഇസ്രായേലിൽ നിന്ന്. പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതേപോലെ മോക്കിംഗ് തുടരെ ട്രംപിന് രണ്ട് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. ട്രംപിന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ യുദ്ധത്തിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഒക്ടോബർ 7 തുടങ്ങിയ ആ ഒരു ഭീകരാക്രമണം, അതിൽ നിന്നും ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി ഇറാന്റെ അങ്ങ് അറ്റം വരെ പോയി അടിച്ചിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ഒക്ടോബർ 7 നടത്താൻ ഇറാൻ ഒന്നല്ല 100 വട്ടം ചിന്തിക്കും. ആ രീതിയിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇത് പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇറാന്റെ ഉള്ളിലുള്ള അവസ്ഥ അത് തന്നെയാണ്. ഇറാനിൽ അവർ ഇന്റർനെറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇറാന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇറാനികൾ തന്നെ ഫോട്ടോ എടുത്ത് വെളിയിൽ അയക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പുറത്ത് വിടും. അപ്പോഴത്തേക്കാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഇറാന്റെ തെഹ്റാൻ നഗരം ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലാണ് അവിടെ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നേട്ടം കൊയ്തിരിക്കുന്നത് ഇസ്രായേലാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ അവരുടെ എക്സ്പാൻഷൻ തിയറി അത് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. العالم تحت الانقاض بعدها العالم بعدها تحت الانقاض تحت الخياط شباب يا الله يا الله نازلين على 3 الخياط بناية مثل ما هي عالطلة. ഇറാനും അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തു, ഓക്കെ, അംഗീകരിച്ചു. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇറാൻ വളരെ ദൂരെയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ലോങ് ഡിസ്റ്റൻസ്. പക്ഷേ ഇസ്രായേലിന് വേണ്ടത് എന്താണ്? ഇസ്രായേലിന് വേണ്ടത് മിഡിൽ ഈസ്റ്റിൽ ഒരു റീജിയണൽ സുപ്രീമസി വേണം. ആ റീജിയണൽ സുപ്രീമസി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാൻ പണപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള പ്ലാൻ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മോർ പൈപ്പ് ലൈനുകൾ ഇനി ഇൻടാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സപ്ലൈ എല്ലാം തന്നെ പല മൾട്ടിപ്പിൾ ഏരിയയിലൂടെ ഡൈവേഴ്സിഫൈ ചെയ്തുള്ള ഷിപ്മെന്റുകളായിരിക്കും ഇനി നടത്താൻ പോകുന്നത്. ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടിയുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ഷോർട്ട് റേഞ്ചിലുള്ള കണ്ടീഷൻസിന് ഒരിക്കലും പ്രാധാന്യം കിട്ടുന്നത്. അത് നെഗോഷിയേറ്റ് ചെയ്ത് കൂടുതൽ ബ്രോഡർ ഏരിയ കവർ ചെയ്തുകൊണ്ടുള്ള കണ്ടീഷൻസ് വരാനാണ് സാധ്യത. നമ്മൾ ഇതിനു മുമ്പ് നോക്കിയിരുന്ന UAE ഒമാൻ ത്രൂ പൈപ്പ് ലൈൻസ്, അതേപോലെ തന്നെ UAE ഒമാൻ ത്രൂ അറേബ്യൻ സീയിലൂടെ ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഇറാന്റെ ഒരു ഡോമിനൻസ് സ്വമേധിയ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കുറയും. ഇവിടെ പ്രധാനമായി പണപ്പിരിവ് നടത്തുമ്പോൾ എങ്ങനെ അത് അവോയ്ഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കും. ഒരു ലോങ് ടേമിൽ ഇറാനെ അങ്ങനെ വെൽത്തിയാക്കാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സമ്മതിക്കില്ല. ഇത് ഒരു പോയിന്റാണ്. ഇനി ഇസ്രായേലിന്റെ സൈഡിൽ നിങ്ങൾ നോക്കൂ. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സിറിയയുടെ സൈഡിൽ ഗോലാൻ ഹൈറ്റ്സ് ഉൾപ്പെടെയുള്ള ആ ഏരിയകൾ മൊത്തത്തിൽ ഇപ്പം ക്യാപ്ചർ ചെയ്തിരിക്കുക. 1967 നടത്തിയ യുദ്ധത്തിനെ തുടർന്ന് ഗോലാൻ ഹൈറ്റ്സ് വിട്ടുകൊടുത്താണ് ഇസ്രായേൽ. ആ വിട്ടുകൊടുത്ത പോർഷൻസ് മൊത്തത്തിൽ ഇപ്പം കൈക്കലാക്കിയിരിക്കുകയാണ്. അതിലും കൂടുതൽ സ്ഥലം ഇസ്രായേൽ കയറി പിടിച്ചിരിക്കുകയാണ് സിറിയയുടെ ഉള്ളിൽ.
അത് ഇസ്രായേലിന് ഒരു നേട്ടമാണ്. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ലെബനന്റെ ഉള്ളിൽ ലിറ്റാനി റിവർ വരെ, ലെബനനിലാണ് ആദ്യം സീസ് ഫയർ കൊണ്ടുവന്നത്. അവിടെ നോർത്തേൺ ഇസ്രായേൽ ഭാഗത്തേക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് സാധ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ സീസ് ഫയർ സൈൻ ചെയ്തെങ്കിലും ഇസ്രായേൽ നിരന്തരം അവിടെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. 5 ചെക്ക് പോസ്റ്റുകൾ അവിടെ നിന്ന് മാറ്റാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലായിരുന്നു. അത് തുടരെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം ലിറ്റാനി റിവർ വരെ ബഫർ സോൺ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അത് ഇസ്രായേൽ ഒരു നേട്ടമാണ്. ഇപ്പൊ ഇറാൻ എത്രമാത്രം മൂന്നാമത്തെ 2ാമത്തെ പോയിന്റുകളിലൊക്കെ സ്ട്രെസ് ചെയ്ത് ലെബനാനിലെ ഹെസ്ബുള്ള ഇസ്രായേൽ ആക്രമിക്കരുതെന്നൊക്കെ എഴുതി ചേർത്താലും അമേരിക്ക അതിന് ഓക്കെ എന്ന് പറയും, ഇസ്രായേൽ അതിന് ഓക്കെ പറയില്ല. ഇസ്രായേൽ അതിന് ഓക്കെ പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ ആ പോയിന്റിനെ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഒരു വാലിഡിറ്റിയും ഇല്ല. ലെബനാനുമായിട്ടുള്ള വിഷയം ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത്. അതിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇറാനോ പാകിസ്ഥാനോ തീരുമാനിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇസ്രായേലിന്റെ മാത്രം തീരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ മേഖലയിൽ ലിറ്റാനി റിവർ വരെ ബഫർ സോൺ സൃഷ്ടിക്കാനും അവിടെ പൂർണ്ണമായിട്ടുള്ള ഇസ്രായേൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുമാണ് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ അവിടെയും എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ പൂർണ്ണമായും അവരുടെ ദൗത്യത്തിൽ അവർ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ എന്തായാലും ഇതാണ് നിലവിലെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ഇത് ഒരു ബേസിക് പോയിന്റ് ആണ്. പരസ്പരം ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച 2 കൂട്ടരുടെയും പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്ത് ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇത് ഇങ്ങനെയാണ് സീസ് ഫയർ ഡീൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണ് സീസ് ഫയർ ഡീൽ, അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായിട്ടാണ് സീസ് ഫയർ ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാൻ മാത്രം ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഈ ഒരു റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.